വർക്കല വ്ലോഗ് പാർട്ട് 3. അപ്പം നമ്മൾ വർക്കല എത്തിയിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് നോർത്ത് ക്ലിഫിലെ റെഡ് ലയൺ എന്ന റിസോർട്ടിലായിരുന്നു കേട്ടോ. സോറി, റിസോർട്ട് അല്ല, ഹോം സ്റ്റേ. ഫ്രണ്ട്സിനാണെങ്കിലും ഫാമിലിക്കാണെങ്കിലും ബീച്ചിനോട് ചേർന്ന് വളരെ അഫോർഡബിൾ ആയിട്ട് സേഫ് ആയിട്ട് നിൽക്കാൻ പറ്റിയ ഒരു സ്റ്റേ ആണ് ഈ ഹോം സ്റ്റേ. സോ നമ്മൾ രാവിലെ റെഡി ആയിട്ട് നേരെ പോയത് ക്ലിഫിലേക്കാണ്. നമ്മൾ വിചാരിച്ചത് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാം, സൺസെറ്റ് കാണാൻ എന്തായാലും പറ്റിയില്ല. സോ ഇവള് തലേന്ന് കണ്ട പക്ഷെ ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷോപ്പ് ഓപ്പൺ ആക്കുമ്പോൾ അവിടെ പോവാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ എത്തിപ്പോയപ്പോഴത്തേക്കും ഷോപ്പൊക്കെ തുറക്കാൻ ഒരുപാട് സമയമുള്ളത് കൊണ്ട് നമ്മൾ രാവിലെ തന്നെ കുറച്ച് ബീച്ചിലൊക്കെ പോയിട്ട് വരാം എന്നൊക്കെ വിചാരിച്ച് ബീച്ചിലൊക്കെ പോയി. അങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങി നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. ഫുഡ് ആക്ച്വലി ഇവിടെ സ്റ്റേയോട് കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ റെഡി ആയിട്ട് നേരെ ബീച്ചിൽ പോയി. എന്തിനാ, ഫോട്ടോസ് എടുക്കണം. അങ്ങനെ അവിടുത്തെ ഒരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറോട് നിരന്ന് ഞങ്ങൾ കുറെ ഫോട്ടോസും എടുത്തു. അതിനകത്തുനിന്ന് കുറെ നമ്മൾ വാങ്ങിച്ചില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ട്രെയിൻ ടൈം ആയി. നമ്മൾ ഉച്ചയ്ക്ക് റൂം വെക്കേറ്റും ചെയ്തിട്ട് നേരെ പുറത്തു പോയി ഒരു ഫുഡും കഴിച്ചിട്ട് നേരെ നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് പോയി. ട്രിവാൻഡ്രത്തേക്കുള്ള ബാക്കി ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. രണ്ടുപേരും നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ ഈവനിങ് ട്രിവാൻഡ്രം എത്തി അവിടെ റൂമൊക്കെ എടുത്ത് നമ്മൾ നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കിയിട്ട് നൈറ്റ് നമ്മൾ സിറ്റി റൈഡ് ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഹരി ആക്ച്വലി ഫസ്റ്റ് ടൈം ആണ് ട്രിവാൻഡ്രം വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സിറ്റി റൈഡ് ആണ് ചൂസ് ചെയ്തത്. കാരണം ഈ ലിമിറ്റഡ് ടൈമിൽ ഇത് തന്നെയാണ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.